നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ കുറച്ച് ബാക്കി വന്ന ബിസ്ക്കറ്റുകൾ ഉണ്ടാവില്ലേ, പൊടിഞ്ഞു പോയ ബിസ്ക്കറ്റും ഒക്കെ. നമുക്കൊന്ന് ആ ബിസ്ക്കറ്റുകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലും, നല്ല സോഫ്റ്റ് ആയൊരു കേക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റുകളുടെ പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓറിയോ ആണ്, കുറച്ച് ഓറിയോയുടെ പീസസ്സാണ്. പിന്നെ അതേപോലെ ഇത് നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഇല്ലേ, അതാണിത്. അതിൻ്റെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബോർബോറാണ്, നമ്മുടെ ബ്രിട്ടാനിയയുടെ അങ്ങനെ എന്തോ ഒരു ബോർബോർ എന്ന് പറഞ്ഞ ബിസ്ക്കറ്റിൽ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഒരു ക്രീമൊക്കെ ഉള്ള ആ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 2 കപ്പ് ബിസ്ക്കറ്റിൻ്റെ പീസസ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഇതിനെല്ലാം ഈ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ബിസ്ക്കറ്റുകളിന് വേണം നിർബന്ധമില്ല, നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ. ഈ ഓറിയോയും ബോർബോറും ഉണ്ടായാലേ ആ ചോക്ലേറ്റിൻ്റെ ഒരു കളറ് വരുള്ളൂ, അത്രമാത്രം. ഇപ്പോൾ ഞാനെന്താ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതായത് ഇതുപോലെ പൊടിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ പാല് ചിലപ്പോൾ 1 കപ്പ് വേണ്ടി വരില്ല, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഒഴിക്കാം. ഞാനിപ്പോൾ എന്തായാലും 1 കപ്പ് കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിക്കാം, എന്നിട്ടൊന്ന് അടിച്ചതിന് ശേഷം പിന്നെ ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിത് പാലൊഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ചോക്ലേറ്റ് കളറിലുണ്ട് ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അത് ഓറിയോയും ബോർബോറും ഉണ്ടതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് കളറിൽ കിട്ടുന്നത്. ഇനി അങ്ങനത്തെ ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബിസ്ക്കറ്റിൻ്റെ കളറിൽ നമുക്ക് കിട്ടും. ഏതായാലും കുഴപ്പമില്ല, കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ബാറ്റർ കുറച്ച് ലൂസാണ്. ഞാൻ പറഞ്ഞില്ലേ, പാല് കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഞാൻ ആദ്യം മൊത്തത്തിലങ്ങ് ഒഴിച്ചു, അതുകൊണ്ട് നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസാണ്. പക്ഷേ ഒരു കുഴപ്പമില്ല, ബാറ്റർ ലൂസായതുകൊണ്ട് നമുക്കതൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട, 1 സ്പൂണൊക്കെ ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് പാകമാണെങ്കിൽ അത് മതി, പാകമായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ മൈദ. അപ്പോൾ ബാറ്റർ ലൂസായാലും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ മൈദ ചേർത്തിട്ട് ബാറ്റർ തിക്ക് ആക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് മൈദയൊക്കെ ചേർത്ത് നമ്മുടെ ബാറ്റർ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ബാറ്ററിന് വേണ്ട ഒരു കൺസിസ്റ്റൻസി. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കേക്ക് ഇപ്പോൾ എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ കറക്റ്റ് തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, നമ്മളിവിടെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഈ ബേക്കിംഗ് സോഡ നമ്മൾ 1/2 ടീസ്പൂണാണ് ഈ അളവിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ ബേക്കിംഗ് സോഡ ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തു. ഇനി വേറെ ഒരു പരിപാടിയില്ല, നമുക്കിതിനെ നേരെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ താഴെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കാണാൻ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് തട്ടി കൊടുക്കാം, നല്ലോണം തട്ടി കൊടുക്കാം കേട്ടോ നിങ്ങൾ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നേ ഉള്ളൂ, എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിതിപ്പം നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വിസിലിടാതെ വേറൊരു തവയുടെ മുകളിൽ കയറ്റിയിട്ട് വെക്കുക കുക്കർ. ഇങ്ങനെ ഞാൻ ഏകദേശം എനിക്കൊരു 25 മിനിറ്റ് വേണ്ടി വന്നു ഇതൊന്ന് ബേക്കായി കിട്ടാൻ. 25 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ കേക്കൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കുക്കർ കുറച്ച് വലിയ കുക്കറാട്ടോ. ഇതിലും ചെറിയ കുക്കറാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഹൈറ്റിലുള്ള കേക്ക് നമുക്ക് കിട്ടുമായിരുന്നു. എൻ്റെ കുക്കർ കുറച്ച് വലുതായതുകൊണ്ട് കേക്കിൻ്റെ ഹൈറ്റ് കുറച്ച് കുറവാണ്. ബാറ്ററിനനുസരിച്ച് കുക്കറിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട്. അപ്പോൾ കേക്കൊക്കെ നല്ല പാകമായി വന്നിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു നിർബന്ധമില്ല കേട്ടോ. ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി ഇതും. എന്നിട്ട് ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആ ഒരു മുത്തുകളില്ലേ, അത് ഇട്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്താലേ ആ മുത്തുകൾ ഇതിൽ ശരിക്കും നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നിർബന്ധമില്ല, അല്ലാതെ തന്നെ ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ നമ്മൾ കാണാൻ ഭംഗിക്കും, ഞാൻ അവൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്, അല്ലാതെ ഒന്നുമില്ല. ഇനി ഞാൻ ഈ ഒരു സ്പ്രിങ്കിൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അവന് ഇതിടാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട്. അതിൽ ഏതാ ഇടേണ്ടതെന്നൊക്കെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ പറഞ്ഞു തന്നെ ഞാൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുക. നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അതും നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ ഒരുപാട് സോഫ്റ്റാണ്. നല്ല സിമ്പിളല്ലേ. നമ്മൾ ബാക്കിയുള്ള ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അതും പാലും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അങ്ങ് ചെയ്താൽ മതി. പിന്നെ ലൂസ് ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൈദപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിൽ ബിസ്ക്കറ്റ് എല്ലാവരുടെയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.